ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. യിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വരും ദിവസങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായ നാഷണൽ സെന്റർ ഫോർ മെട്രോളജി വിഭാഗം അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 2 ദിവസങ്ങളിലായി കനത്ത മൂടൽമഞ്ഞാണ് തുടരുന്നത്. അബുദാബിയിലാണ് നിലവിൽ ഏറ്റവും കനത്ത മൂടൽമഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ സമയങ്ങളിൽ റോഡിലെ ദൃശ്യപരത കുറയുന്നതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കൂടാതെ ഇലക്ട്രോണിക് സൈൻ ബോർഡുകൾ ശ്രദ്ധിക്കണമെന്നും അബുദാബി പോലീസ് ഉൾപ്പെടെയുള്ള അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അറിയിച്ചു. അതേസമയം അടുത്ത 2 ദിവസങ്ങളിൽ യുടെ പല പ്രദേശങ്ങളിലും കനത്ത മൂടൽമഞ്ഞുണ്ടാകും. കൂടാതെ 9 മണിവരെ യെല്ലോ അലർട്ടും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അബുദാബിയിലെ ഹബ്ഷാൻ, ലിവ, അസബ് തുടങ്ങിയ ഉൾപ്രദേശങ്ങളിലാണ് മൂടൽമഞ്ഞ് ശക്തമായി അനുഭവപ്പെടുന്നത്. കൂടാതെ ഇന്ന് യിലെ മിക്ക ഭാഗങ്ങളിലും കാലാവസ്ഥ പൊതുവെ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നാണ് അറിയിപ്പ്. ഒപ്പം അന്തരീക്ഷത്തിൽ ഈർപ്പം നിലനിൽക്കുന്നതിനാൽ ആകാശം മൂടൽമഞ്ഞായി കാണപ്പെടാൻ സാധ്യതയുണ്ട്. പരമാവധി താപനില 38 ഡിഗ്രി സെൽഷ്യസിനും 43 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. ഇന്നും അടുത്ത ദിവസങ്ങളിലും തീരപ്രദേശങ്ങളിലെ ഈർപ്പം 70 മുതൽ 90% വരെ ഉയരാനും സാധ്യതയുണ്ട്. അതേസമയം ഇന്ന് രാജ്യത്തിന്റെ തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇത് കടൽ യാത്രകളെയും ബീച്ച് സന്ദർശനങ്ങളെയും ബാധിക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. നേരിയതോ മിതമായതോ ആയ കാറ്റിന് സാധ്യതയുള്ളതായും ചില സമയങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വർദ്ധിക്കുമെന്നും അറിയിപ്പുണ്ട്. ശക്തമായ കാറ്റ് കാരണം പൊടിയും മണലും ഉയരാനും കാഴ്ചപരിധി കുറയാനും സാധ്യതയുള്ളതിനാൽ പുറത്തിറങ്ങുന്നവർ ശ്രദ്ധിക്കണമെന്നും മാസ്ക് ധരിക്കാൻ ശ്രമിക്കണമെന്നും അറിയിച്ചു. കൂടാതെ ശക്തമായ കാറ്റ് കാരണം അറേബ്യൻ ഗൾഫ് പ്രക്ഷുബ്ധമായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. അതിനാൽ ബീച്ചിലേക്കോ കടലിലേക്കോ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലതെന്നും അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കൂടാതെ കാലാവസ്ഥ മാറുന്നതിനാൽ പനി, ജലദോഷം തുടങ്ങിയ പകർച്ചവ്യാധിക്ക് കാരണമാകുന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. യിൽ വിസ തട്ടിപ്പുകൾ വ്യാപകമാകുന്നു. ഇതോടെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ദുബൈ പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം. അടുത്തിടെയായി യിൽ റെസിഡൻസി വിസയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ വീണ്ടും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജീവിതം കെട്ടിപ്പടുക്കാനും മെച്ചപ്പെട്ട ജോലി നേടാനും യിലേക്ക് വരുന്ന സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാകുന്നത്. നിയമവിരുദ്ധമായ സ്പോൺസർഷിപ്പ് വഴിയും വ്യാജ കമ്പനികളുടെ മറവിലുമാണ് ഇത്തരം വിസ തട്ടിപ്പുകൾ കൂടുതലായും നടക്കുന്നത്. കൂടാതെ ഇത് പ്രവാസികളുടെ ഭാവിയെ മാത്രമല്ല മറിച്ച് യുടെ നിയമവ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുകയാണ്. നേരത്തെ ഇത്തരത്തിൽ തട്ടിപ്പുകൾ ഉണ്ടായിരുന്നു എങ്കിലും സമീപകാലത്തായി കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഓരോ പ്രവാസിയും അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇത്തരം തട്ടിപ്പുകൾ കണ്ടാൽ ശക്തമായ നടപടിയെടുക്കണമെന്നും ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകണമെന്നും അറിയിച്ചു. വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അംഗീകൃതമല്ലാത്ത വഴികൾ തേടുന്നത് ഒഴിവാക്കണമെന്നും അല്ലാത്തപക്ഷം നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അറിയിച്ചു. രാജ്യത്ത് നിരവധി വ്യാജ കമ്പനികൾ പ്രവർത്തിക്കുന്നതായി അധികൃതർ കണ്ടെത്തുകയും കടുത്ത ശിക്ഷകൾ നൽകുകയും ചെയ്തിരുന്നു. ചിലർ റെസിഡൻസി വിസകൾ നൽകുന്നതിനായി വ്യാജ കമ്പനികൾ സ്ഥാപിക്കുകയും വിസ ലഭിച്ച ഉടൻ പണം കൈപ്പറ്റിയ ശേഷം ഈ കമ്പനികൾ അടച്ചുപൂട്ടുകയും തുടർന്ന് തൊഴിലാളികളെ നിയമപരമായ സംരക്ഷണമില്ലാതെ രാജ്യത്ത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി. യിലെ തൊഴിൽ നിയമങ്ങൾ പാലിക്കാതെയാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത്. അതിനാൽ പണത്തിന് വേണ്ടി മാത്രം വിസകൾ സ്പോൺസർ ചെയ്യുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നതുവഴി വലിയ തുകയാണ് പ്രവാസികളിൽ നിന്നും സ്പോൺസർമാർ തട്ടിയെടുക്കുന്നത്. കൂടാതെ വ്യാജരേഖകളോ തെറ്റായ വിവരങ്ങളോ നൽകി നിയമവിരുദ്ധമായി റെസിഡൻസി നേടാൻ ശ്രമിക്കുന്നതും നിയമവിരുദ്ധമാണ്. ദുബൈ പോലീസ് ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തുകയും നിയമലംഘനം നടത്തിയവർക്ക് കടുത്ത പിഴ, നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ശക്തമായ ശിക്ഷകളാണ് നൽകി വരുന്നത്. സമീപകാലത്ത് യിൽ നടന്ന ഒരു കേസിലും സമാനമായ വിധിയാണ് കോടതിയും അധികൃതരും സ്വീകരിച്ചത്. അതേസമയം നിയമലംഘകരുടെ പേരിൽ കോടികൾ വരെ പിഴ ചുമത്താൻ കോടതികൾക്ക് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. നിലവിൽ 100 കണക്കിന് പരാതികളാണ് ഉയരുന്നത്. രാജ്യത്ത് വിസ തട്ടിപ്പുകൾ ഗുരുതരമായ ക്രിമിനൽ കുറ്റമായാണ് കണക്കാക്കുന്നത്.
ശിക്ഷയ്ക്ക് ശേഷം നാടുകടത്തുകയും ഇവർക്ക് പിന്നീട് UAE-യിലേക്കോ മറ്റ് GCC രാജ്യങ്ങളിലേക്കോ പ്രവേശനം അനുവദിക്കുകയുമില്ല. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.